10 വർഷം കേരളം ഭരിച്ച് കേരളത്തിനെ വികസനത്തിൻ്റെ പാതയിലാക്കുകയും സ്വന്തം ആരോഗ്യം ഒരു തളിരിലയുടെ പോലും ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയ ഒരു പ്രതിഭാസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചെറിയ ഒരു നിഴല്, മറ്റുള്ളവരുടെ നിഴല് സ്വന്തം മേൽ പതിയുമ്പോഴേക്കും ഒരു വ്യക്തി എങ്ങനെയാണ് ICUവിൽ എത്തിപ്പെടുക എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതിലും ഉപരി മറ്റൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തി ഭരിക്കുന്ന മേഖല താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത്രയും നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുന്നത്. നല്ല രീതിയിൽ ഭരിക്കാൻ അറിയാതെ വീട് കിട്ടുന്ന ചില സന്ദർഭങ്ങളെ അവരവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഇതാണോ നല്ല ഒരു ഭരണം എന്ന് പറയുന്നത്? ഓക്കെ, ഫൈൻ, 10 വർഷം കൊണ്ട് പല കാര്യങ്ങളും നല്ലത് ചെയ്തിട്ടുണ്ടാവാം, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് ഇവരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്ര പേരാണ് കേരളത്തിൽ നിലനിന്ന് പോകുന്നത്, എത്ര പേരാണ് കേരളത്തിൽ നിന്ന് പലായനം ചെയ്തു പോകുന്നത്? 10 വർഷത്തെ കണക്കെടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് വികസനം എന്നുള്ളത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിക്കാൻ ആളല്ല. കമ്മ്യൂണിസം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആരുടെയും അണിയുമല്ല. പക്ഷെ കാണുന്നത് കണ്ട രീതിയിൽ പറയാൻ അവകാശമുള്ള ഒരു പൗരനാണ്. തികച്ചും ഇത് നല്ല ഒരു ടെൻഡൻസിയെ ആയിട്ട് തോന്നുന്നേയില്ല. മാറ്റങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾ തന്നെ ജയിക്കും, ഞങ്ങൾ തന്നെ ഭരണം തുടരുമെന്ന് പറയുന്നത് അതൊരു അഹങ്കാരത്തിൻ്റെ